ഇന്ത്യയുടെ വിവിധ പട്ടണങ്ങളിൽ ഞാൻ അലയുവാനായിട്ടിടയായി. അവസാനം എറണാകുളം പട്ടണത്തിൽ കടന്നു വന്നു. എറണാകുളം പട്ടണത്തിൽ കടന്നു വന്ന് ഒരു സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ജോലി സമ്പാദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ പല പല തട്ടിപ്പ് പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് എനിക്കൊരു ഗ്യാങ്ങിനെ ഞാൻ ഇവിടെ നിന്ന് വാർത്തെടുത്ത് ആർക്കും ഒരു സംശയമില്ലാത്ത നിലയിൽ ഈ ലോകത്തിന്റെ അഴുക്കുചാലിൽ തന്നെ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു സ്നേഹിതൻ ആ സമയത്ത് എറണാകുളം മഹാരാജാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ആ സ്നേഹിതൻ ഒരു കൊലക്കേസ് പ്രതിയാകുകയും ആ സ്നേഹിതൻ ആ സമയത്ത് എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് പറയാനിടയായി, ഞാൻ കോളേജിൽ പഠിക്കും, പക്ഷേ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കത്തില്ല, നിന്നോട് കൂടെ താമസിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്നേഹിതൻ എൻ്റെ റൂമിനകത്ത് എന്നോടൊപ്പം താമസിക്കുന്നിടയായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പറ്റം ചെറുപ്പക്കാർ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. മാത്രമല്ല കോളേജിൽ പഠിക്കുന്ന സുമുഖന്മാരായിരിക്കുന്ന ചെറുപ്പക്കാർ എൻ്റെ സ്നേഹിതരുടെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് ഗ്യാങ് കൂടിയിട്ട് ഈ പണ്ടത്തിൽ കൂടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയപ്പെടുന്ന തല്ലുകാരായി മാറുകയിടയായി. ഞങ്ങളുടെ പേര് ഇഷ്ടംപോലെ കേസുകൾ വരുന്നിടയായി. പല പല കേസുകൾ ഞങ്ങളുടെ പേരിൽ വരുന്നിടയായി. മാത്രമല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ മദ്യത്തിന് അടിമയായി തീർന്നു. ഏത് മദ്യഷാപ്പിൽ പോയാലും പൈസ വേണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഗ്യാങ് കൂടി പല പല മദ്യഷാപ്പുകളിലും പല നിലകളിലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ആ സമയത്ത് അനേകർ ഞങ്ങളെ തേടി വന്നു. അനേക രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമായിരുന്നു. അബ്കാരി കോൺട്രാക്ടേഴ്സിന് ഞങ്ങൾ ആവശ്യമായിരുന്നു. ഫിലിം പ്രൊഡ്യൂസേഴ്സിന് ഞങ്ങൾ ആവശ്യമായിരുന്നു. വൻ വ്യവസായികൾ ആവശ്യമായിരുന്നു. അപ്പോൾ എൻ്റെ ചിന്ത എന്നേക്കാൾ വലിയവൻ ആരുമില്ല എന്നുള്ള ചിന്തയാണ് എന്നെ ഭരിക്കുവാനിടയായത്. പ്രിയപ്പെട്ട ബൈബിൾ ഒരു വാക്യമുണ്ട്, ദൈവം എന്നും നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് മാത്രമേ ദൈവത്തിന്റെ കൃപ ദൈവം പകരത്തുള്ളൂ. ഞാൻ നിഗളിയായിരുന്നു, ഞാനൊരു ഭോഷനായിരുന്നു, ഞാനൊരു മടിയനും അതുപോലെ തന്നെ മൂഢനുമായിരുന്നു. ബൈബിളിനകത്ത് മൂഢനെ കുറിച്ച് പറയുന്നുണ്ട്, ഭോഷനെ കുറിച്ച് പറയുന്നുണ്ട്, മടിയനെ കുറിച്ച് പറയുന്നുണ്ട്. പല ആ വ്യക്തിത്വത്തിന്റെ ഉടമകളായിട്ട് മുന്നോട്ട് നീങ്ങിയ അവസ്ഥയിൽ എന്റെ ചിന്ത ഞാനാണ് ഏറ്റവും വലിയവൻ. എന്നാൽ അധികം നാളെനിക്ക് അനുഭവം വന്നില്ല. 1988 ഒരു വാടക കൊലയാളിയെ ഞാൻ പിടിക്കപ്പെട്ടു. എറണാകുളത്ത് മട്ടാഞ്ചേരിയിൽ നടന്ന ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് അതിനുള്ള ബന്ധം ഒരു വാടക കൊലയാളി ഞാൻ പിടിക്കപ്പെടുകയും അതിനുള്ള ബന്ധത്തിൽ 3 മാസം മട്ടാഞ്ചേരി സബ് ജയിലിൽ ഞാൻ കഴിയാനിടയായി. ആ മട്ടാഞ്ചേരി സബ് ജയിലിൽ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ വരുവാനിടയായി. പക്ഷേ അതിനുള്ള തരണം ചെയ്ത് മുന്നോട്ട് നീങ്ങി ജാമ്യം കിട്ടി, പുറത്തിറങ്ങി, വീണ്ടും പല കേസുകൾ ഞങ്ങൾ പേരിൽ വരുവാനായിട്ടിടയായി. അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടി ഞാൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചു. അവൾ ഒരിക്കലും അറിയത്തില്ലായിരുന്നു കൊലക്കേസ് പ്രതിയാണെന്ന് അവൾക്ക് അറിയത്തില്ലായിരുന്നു. എന്നാൽ കല്യാണത്തിന് ചില ദിവസങ്ങൾ അടുക്കവെയാണ് ഞാൻ ഒരു കൊലക്കേസ് പ്രതിയാണെന്ന് എൻ്റെ ഭാര്യ അറിയാനിടയായത്. എന്നാൽ ഈ വിവാഹത്തിൽ നിന്ന് മാറുവാനും ശ്രമിച്ചെങ്കിലും ഞാനും എൻ്റെ ഗാങ്ങും പേടിച്ചുകൊണ്ട് അവൾ കല്യാണം സമ്മതിക്കുകയും അങ്ങനെ വിവാഹം നടന്നു. എൻ്റെ അഡ്വക്കേറ്റ് ഏറ്റവും നല്ല അഡ്വക്കേറ്റാണ് കേസ് വാദിക്കാനിടയായത്. ഞങ്ങളെ കേസ് വാദിച്ചത് 4 അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളെ കേസ് വാദിക്കുന്ന 4 പേരുണ്ടായിരുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിരിക്കുന്ന കുഞ്ഞിരാമ മേനോൻ, തോമസ് പി ജേക്കബ്, TV പ്രഭാകരൻ, അതുമാതിരി തന്നെ MN സുകുമാരൻ നായർ. ഇങ്ങനെ 4 പേരാണ് ഞങ്ങൾ കേസ് വാദിക്കുവാൻ, 4 അഡ്വക്കേറ്റുമാരാണ് കേസ് വാദിക്കാനിടയായത്. എൻ്റെ അഡ്വക്കേറ്റ് MN സുകുമാരൻ നായരായിരുന്നു. MN സുകുമാരൻ നായർക്ക് എന്നെ വലിയ കാര്യമായിരുന്നു. MN സുകുമാരൻ നായർ പറഞ്ഞു, ഇങ്ങനെയാണ്, ഒരിക്കലും നിന്നെ ഞങ്ങൾ ജയിലിലേക്ക് വിടത്തില്ല, നിന്നെ ഞങ്ങൾ രക്ഷിക്കുമെന്ന് എൻ്റെ അഡ്വക്കേറ്റിൻ്റെ അടുത്ത് പറഞ്ഞതായുള്ള കാര്യം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലുള്ള ചിന്ത, ഒരിക്കലും ഞാൻ ശിക്ഷിക്കപ്പെടത്തില്ല, ഞാൻ ജയിലിലേക്ക് പോകത്തില്ല. വീണ്ടും പലവിധമായിട്ടുള്ള കേസുകളും പലവിധമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് നീക്കിയ സമയത്ത്
1991 ഏപ്രിൽ മാസം 11-ാം തീയതി എന്നെയും എന്റെ 7 കൂട്ടുകാരെയും 8 പേരെയും ജീവപര്യന്തം ശിക്ഷിച്ച് പൂജപ്രസിഡന്റ് ജയിലിൽ അയക്കുവാനായിട്ടിടയായി. എന്റെ കൂട്ടത്തിൽ വന്ന 7 പേരും സമൂഹത്തിൽ ഉന്നതരാണ്. എറണാകുളം ലുലു മൈമോൻ തിയേറ്ററിന്റെ ഉടമസ്ഥനായ സിയാസ് കോക്കർ, ഇന്ന് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ബാബുരാജ്, അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിലുള്ള ചെണ്ടു, നൌഷാദ് നാസർ, അതുപോലെ തന്നെ അബ്ദുള്ള ഉണ്ടായിരുന്നു, ഷാഹുൽ ഹമീദ്, ഒരു വലിയ അധോലോകനായ ഷാഹുൽ ഹമീദ്. ഞങ്ങൾ 8 പേരാണ് ജീവൻ ശിക്ഷിക്കപ്പെട്ട് പൂജപ്രസിഡന്റിലേക്ക് അയക്കുവാനിടയായി. ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങളെ കാണുവാൻ അനേകർ ആ സമയങ്ങളിൽ വരുവാനിടയായി. അനേക പൊതുപ്രവർത്തന രംഗത്തിൽ അറിയപ്പെടുന്ന വ്യക്തികള്, അനേക ഫിലിം നടന്മാര്, അനേക സംവിധായകന്മാര്, ഇങ്ങനെ പലരും വരും ഞങ്ങളെ കാണാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വലിയ അഹങ്കാരമാണ്. ആ ജയിലിനകത്ത് ഞങ്ങളെപ്പോലെ മറ്റുള്ള ആരുമില്ല എന്നുള്ള ചിന്തയാണ് ഞങ്ങൾ ഭരിക്കാനിടയായത്. കാരണം എന്റെ പഴയകാല അനേക സുഹൃത്തുക്കൾ പൂജപ്രസിഡന്റിൽ കഴിയുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ട് സഹവസിച്ച് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത നിലയിൽ ഇത് ജയിലിലാണെങ്കിൽ ഒരു വിഷയമല്ല, ഇന്നലെ നാളെ പുറത്തിറങ്ങുന്ന ചിന്തയൊക്കെ ഭരിച്ചു മുന്നോട്ട് നീങ്ങി. നാളുകൾ കഴിഞ്ഞപ്പോൾ എന്റെ സ്നേഹിതന്മാരെ 7 പേരെയും പരോളിൽ ഇറക്കുവാൻ അവരെ മാതാപിതാക്കൾ വന്ന് അവരെ പരോളിൽ ഇറക്കി. എന്റെ ചിന്ത, എന്റെ സ്നേഹിതന്മാർ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, എത്രയും പെട്ടെന്ന് എന്നെ അവർ ഇറക്കും എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചിരുന്നു. എന്നാൽ ആഴ്ചകൾ കഴിഞ്ഞിട്ട് ഒരു ലെറ്റർ പോലും എഴുതാൻ സന്മനസ് എന്റെ സ്നേഹിതന്മാർ കാണിച്ചില്ല. അപ്പോൾ എനിക്ക് വളരെ ഒരു പ്രതികാരദാഹം വീണ്ടും അവിടെ കത്തിയ ആളുകളാണ് ജയിലിൽ വെച്ച്. ഞാനപ്പോൾ ചിന്തിച്ചു, എന്നെ ഉപയോഗിച്ച അനേകരുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, ഞാനൊരു വാക്ക് പറഞ്ഞാൽ നിവർത്തിക്കുന്ന അനേകരുണ്ട്. അതിന്റെ പേരിൽ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഒരു കേൾക്കുമെന്നുള്ള ചിന്ത മനസ്സിനകത്ത് വെച്ചുകൊണ്ട് വളരെ അഹങ്കാരത്തോടെ ലെറ്ററുകൾ ജയിലിലേക്ക് എന്നെ ഉപയോഗിച്ച പലർക്കും ഞാൻ ലെറ്റർ എഴുതി. പക്ഷെ അതിനൊന്നും ഒരു മറുപടി എനിക്ക് ലഭിച്ചില്ല. കാരണം ജീവപരിധി ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന എന്നെ കൊണ്ട് ഒരു ചുക്കും കഴിയില്ലാത്തെന്ന് അവർക്ക് അറിയാമായിരുന്നു. കാരണം എന്നെ പോലെ തന്നെ അനേക ജോസുമാർ റെഡിയായി നിൽക്കുകയാണ് എന്ത് ചെയ്യാനായിട്ട്. അത് എന്നെ കൊണ്ടൊരു കാര്യമില്ല എന്നവർ മനസ്സിലാക്കിയ പേരിൽ അവർ എന്നെ തള്ളിക്കൊള്ളനിടയായി. ഞാൻ ജയിൽ പോകുന്ന സമയത്ത് എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ഞാൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന സമയത്ത് എന്റെ പ്രതികളെല്ലാം പരോളിറങ്ങിയെന്ന് എന്റെ ഭാര്യ അറിവിനിടയായി. അപ്പോൾ നാളുകൾ കഴിഞ്ഞ് കാണാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യയുടെ തകർന്ന ലെറ്ററുകൾ ജയിലിലേക്ക് വരുവാനിടയായി. അതിന്റെ അവസാന വാക്കുകൾ, ഞാൻ മുന്നിൽ കാണുന്ന ആത്മഹത്യ മാത്രമാണ്, മുന്നോട്ട് പോയി യാതൊരു വഴി എനിക്കില്ല. എന്റെ സ്വന്തക്കാരുടെയിലും എന്റെ ബന്ധുമിത്രാദികളെ ഞാൻ ഒറ്റപ്പെടുന്നിടയായി. നിങ്ങളൊരു കൊലക്കേസ് പ്രതിയാണെന്ന് എന്റെ വീട്ടുകാർ അറിയത്തില്ലായിരുന്നു. എന്നാൽ നിങ്ങളെ ഫോട്ടോ പേപ്പറിൽ വന്നതിന് ശേഷം എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത നിലയിൽ ഞാൻ തകർന്നിരിക്കുകയാണ്, ഞാൻ മുന്നിൽ കാണുന്ന ആത്മഹത്യ മാത്രമാണ്. അതിന്റെ ഹൃദയത്തെ വളരെ കുത്തി മുറിവേൽപ്പിക്കുന്ന നിലയിലുള്ള വാക്കുകളും ആയിട്ടുള്ള ലെറ്ററുകളാണ് എന്റെ ഭാര്യ ജയിലിലേക്ക് എഴുതുന്നതായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരിക്കലും എന്റെ അപ്പനെ തള്ളിക്കളയത്തില്ല. ഞാൻ ഉടൻ തന്നെ എന്റെ അപ്പന് ലെറ്റർ എഴുതി, എത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് ചെലവ് വന്നാലും എന്നെ ഒന്ന് പരോളിറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ അപ്പന് ഞാൻ ലെറ്റർ എഴുതുവാനായിട്ടിടയായി. എന്റെ ചിന്ത ഒരിക്കലും എന്റെ അപ്പൻ എന്നെ ഉപേക്ഷിക്കത്തില്ല എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷെ അപ്പൻ എന്നോട് സ്നേഹമാണ്. എന്നാൽ അപ്പന്റെ സ്നേഹിതന്മാരെടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പന്റെ സ്നേഹിതന്മാർ ഇങ്ങനെ പറയാനിടയായി, ഒരു കാരണവശാലും ഒരു ജയിലിൽ നിന്ന് പുറത്തിറക്കരുത്. ചെറുപ്രായം പോലും നിങ്ങളെ നന്നാക്കാൻ ശ്രമിച്ചതാണ്, പക്ഷേ ഇതുവരെ അവൻ നന്നായിട്ടില്ല, നീ നന്നാകുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. ഇനി അവനെ എങ്ങനെയും പരോൾ ഇറക്കിക്കഴിഞ്ഞാൽ അവൻ നാട് വിട്ടു പോകും. ഈ വയസ്സാം കാലത്ത് നിങ്ങൾ ജയിലിൽ പോകേണ്ടതായിട്ട് വരും. അതിന്റെ പേരിൽ ഒരു കാരണവശാലും അവനെ പുറത്തിറക്കരുതെന്ന് പറയാനിടയായി. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രതീക്ഷകളെല്ലാം നമ്മുടെ അസ്തമിക്കുകയാണ്. അന്ന് 1200 തടവുകാര് തിരുവനന്തപുരം പൂജപ്രസിഡന്റ് ജയിലിനകത്തുണ്ടായിരുന്നു. ജയിലിനകത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ ജയിലിനകത്ത് വെച്ച് എനിക്ക് ശരിക്ക് മർദ്ദനമുറകൾ ഏൽക്കുകയും 1200 തടവുകാർ കാണല് എന്നെ ശക്തമായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ മർദ്ദിച്ച് അവശനാക്കി ജയിലിനകത്ത് ഒരു സ്പെഷ്യൽ സെല്ലിലേക്ക് എന്നെ മാറ്റുവാനിടയായി.